പാതിരീസ് യാത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ ഒരു എപ്പിസോഡിൽ ഗുജറാത്തിലെ പ്രധാന അട്രാക്ഷൻ കേന്ദ്രമായ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലേക്ക് ഒരു യാത്രയാണ്. അടിനാഥ് എന്ന് പറയുന്ന ഈ ഒരു ട്രാവൽ ബസ്സിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. സബർമതി ഇടവകയിലെ മാതൃസംഘം അമ്മമാരാണ് ഈ ഒരു ട്രാവൽ പ്രത്യേകമായിട്ട് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. അവരുടെ നേതൃത്വത്തിൽ 35 പേരടങ്ങുന്ന ഒരു ടീം ഈ ഒരു ബസ്സിൽ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ്. രാവിലെ 6 മണിക്ക് ഞങ്ങൾ ആരംഭിച്ചതാണ്. ഇതാ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ അടുത്തെത്തിയാറായ സ്ഥലങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗുജറാത്തിൻ്റെ തന്നെ ഒരു ഉൾഭാഗത്താണ് ഈ ഒരു സ്റ്റാച്യു ഓഫ് യൂണിറ്റി പ്രത്യേകമായിട്ട് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് ഇന്ന് കാണുവാൻ സാധിക്കുമെങ്കിൽ പോലും അവർ ആദ്യം ഉദ്ദേശിച്ച രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാകാത്തതിനാൽ ഇന്നും അതിൻ്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പണികൾ പുരോഗമിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണുവാൻ സാധിക്കും. ലോകത്തിലെ തന്നെ ഏറ്റവും വലിപ്പമേറിയ സ്റ്റാച്യു ആണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സ്റ്റാച്യു ആണ് പ്രത്യേകമായിട്ട് സ്റ്റേറ്റ് അഭിമാനപൂർവ്വം ഇവിടെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ദി അയൺമാൻ ഓഫ് ഇന്ത്യ എന്നുള്ള പേരിലാണ് സർദാർ വല്ലഭായ് പട്ടേൽ അറിയപ്പെടുക. അതുകൊണ്ട് തന്നെയാണ് സവിശേഷമായ ഈ ഒരു വ്യക്തിത്വത്തിന് ആദരവ് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു വലുപ്പമേറിയ സ്റ്റാച്യു ഗുജറാത്തിൻ്റെ ഏതാണ്ട് ഹൃദയഭാഗത്ത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു സ്റ്റാച്യുവിൻ്റെ ഉയരം എന്ന് പറയുന്നത് 182 മീറ്റർ ആണ്. ഇതിൻ്റെ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് റാം ബി സുധാർ എന്ന് പറയുന്ന വ്യക്തിയാണ്. 2013 ഒക്ടോബർ മാസം 31-ാം തീയതിയാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ചത്. ഏതാണ്ട് 2018 ഒക്ടോബർ മാസത്തിൽ ഇതിൻ്റെ പണികളെല്ലാം പൂർത്തീകരിക്കുവാൻ സാധിച്ചു. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേ വർഷം തന്നെ ഒക്ടോബർ മാസം 31-ാം തീയതി ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് അഭിമാനപൂർവ്വം പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഏകദേശം 3000 കോടി രൂപയാണ് ഇതിനു വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് മാറ്റിവെച്ചിരിക്കുന്നത്. 5 വർഷത്തെ അനേകം ആളുകളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്ന് നാം കാണുന്ന മനോഹരമായ ഈ പ്രദേശങ്ങൾ മുഴുവനും. വർഷങ്ങൾക്ക് മുമ്പ് ആൾതാമസമില്ലാതെ മുഴുവൻ കാട് പിടിച്ച് കിടന്നിരുന്ന സ്ഥലം അതിനെ ഇത്തരണത്തിൽ 5 വർഷം കൊണ്ട് ആക്കി തീർത്തിരിക്കുകയാണ്. മനോഹരമായ ഒരു സിറ്റി എന്ന് വേണമെങ്കിൽ ഇതിനെ ഇപ്പോൾ വിശേഷിപ്പിക്കുവാൻ സാധിക്കും. 5 വർഷങ്ങൾ കൊണ്ട് ഈ ഒരു പ്രദേശത്തിനുണ്ടായ മാറ്റം തീർച്ചയായിട്ടും പഴയ കാഴ്ചകൾ കണ്ടിരിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ വലിയ ഒരു വലിപ്പം മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവരെ സംബന്ധിച്ചോളം കോടികൾ വെറുതെ കളഞ്ഞ ഒരു പ്രദേശത്തിൻ്റെ കഥയായിരിക്കാം പറയാനുണ്ടാവുക. ഒരു അർത്ഥത്തിൽ പുരോഗമന ചിന്താഗതിയോടുകൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ അർത്ഥവ്യാപ്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവരെ സംബന്ധിച്ചോളം എന്തിന് ഇത്രയും കോടികൾ വേസ്റ്റാക്കി എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഏതായാലും ചരിത്രം പറഞ്ഞ് ഞങ്ങൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ തൊട്ടടുത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞങ്ങളുടെ വാഹനം പാർക്കിംഗ് ഏരിയയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വാഹനം എത്രയും വേഗം പാർക്ക് ചെയ്യുവാനുള്ള തന്ത്രപ്പാടിലാണ് ഞങ്ങളുടെ ബസ് ഡ്രൈവർ ആയിരിക്കുന്നത്. പൂർണ്ണമായിട്ടും ബ്രോൺസ് മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സ്റ്റാച്യു കാണുവാൻ വേണ്ടി ഞങ്ങൾ അതിൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ധാരാളം വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നു ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒത്തിരിയേറെ ബസ്സുകൾ ഞങ്ങളെ കൂടാതെ വന്നു ചേർന്നിട്ടുണ്ട്, അതും ഞങ്ങൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒരു നീണ്ട പ്രദേശം തന്നെ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. അതുതന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കുകയാണ്. ഞങ്ങളും അധികം താമസിക്കാതെ സ്ഥലം നോക്കി പാർക്ക് ചെയ്തിരിക്കുകയാണ്.